അയ്യോ ഡാ ദൈവമേ എന്താ കരടി നീ എടുക്കാൻ കാട്ടിപ്പോയവന് ഇപ്പൊ കുണ്ടി കുത്തി കട്ടിൽ കിടക്കുന്നു. എടാ നീ കരടിയെ പിടിക്കാനുള്ള വിദ്യയൊക്കെ മറന്നോടാ. നേരിടുവാനൊക്കെ എനിക്കറിയായിരുന്നു. അപ്പം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, കരടി വരുമ്പോ കണ്ണടച്ച് ചത്ത പോലെ കിടന്നാ മതിയെന്ന്. ആടാ എന്നിട്ട് അങ്ങനെ കരടിയുടെ ഒറ്റയടിക്ക് എത്തു കൊടുത്തു. ഞാൻ ചത്ത പോലെ കിടന്നാണ്, ഒരു 5 മിനിറ്റ് നേരത്തെ അങ്ങ് കിടന്നു. പക്ഷെ അതുകൊണ്ട് കുണ്ടിയും കുത്തി കിടന്നുറങ്ങാൻ അത് നിന്റെ കുഞ്ഞമ്മയുടെ നമ്മുടെ കല്യാണ വീടല്ല, കാടാ. അങ്ങനെ കരടി അടുത്ത് വന്നപ്പോ കൃത്യ അലാറം അടിച്ചടാ. കൗസല്യ സുപ്രഭാതേ. ഞാൻ ഉറക്കത്തിലായിരുന്നോണ്ട് ഓർക്കാതെ വീട്ടിലാന്ന് വിചാരിച്ച് എണീറ്റിരുന്നങ്ങ് തൊഴുതടാ. കണ്ണു തുറന്നതും കരടിയുടെ മുഖത്തോടാ. പക്ഷെ ഓർക്കാതെ ഞാൻ ഒരു ഗ്ലാസ് ചായ താണിയെന്ന് പറഞ്ഞു പോയി. എന്നാലും എണീറ്റിരുന്ന അണ്ടർവെയർ തപ്പിയില്ലല്ലോ. പിന്നെ ഞാൻ കണ്ണു തുറക്കുന്ന കരടിയുടെ ഗുഹയില. നോക്കുമ്പോ കരടിയും പിള്ളേരും ഒന്നും സ്ഥലത്തില്ല. പക്ഷെ അടുത്ത ഗ്ലാസ് ചായ ഇട്ട് വെച്ചിരുന്നടാ. അതും കുടിച്ചോണ്ട് പെതുക്കെ ഞാൻ എണീറ്റിങ് പോന്നു. എടുത്തോണ്ട് പോയ കൂട്ടത്തിൽ പറ്റിയതാ. മഞ്ചലയിൽ എഴുന്നള്ളിക്കാൻ നീ കല്യാണ ചെറുക്കനല്ലോ.